അവസരമായിട്ട് ഞങ്ങളെ മുന്നും വന്നുള്ളത് അല്ലെ. റമദാൻ പരിശുദ്ധമാക്കപ്പെട്ട ഈ തിങ്കൾ ഇത്രത്തോളം ഞങ്ങളെ ജീവനെ എന്തിനെ അതെല്ലാം ദൂരെ വെച്ചിട്ട് പുതിയ ഒരു ജീവന തുടങ്ങുകത്തെ ഒരു അവകാശ മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുരെങ്കത്തെ തിങ്കൾ അവർ തിങ്കളുടെ ആഫിയത്തോടു കൂടി പ്രവേശിക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ഒരു തിങ്കളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ ചൊന്നത് മസ്റഅത്തുൽ ഇബാദ്. മസ്റഅത്തുണ്ടെങ്കിൽ സാധാരണ കേൾക്കുന്ന കൃഷി സ്ഥലം, കൃഷിയാക്കലത്തെ ജാഗ. അപ്പൊ മസ്റഅത്തുൽ ഇബാദ് അടിമമാർക്ക് കൃഷിയാക്കുള്ളേക്കത്തെ ഒരു തിങ്കളായിട്ട് യഥാർത്ഥത്തിൽ റമദാൻ തിങ്കൾ അല്ലെ. എന്തുകൊണ്ടിട്ടായിട്ട് കൃഷിയാക്കുള്ള തിങ്കൾ ഒന്നും യാറെ ഞങ്ങൾ വിചാരിക്കുന്നതിനാട്ടിയും യാറെ ഇബാദത്താക്കുക നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അത് വിശദീകരിക്കാം. രണ്ടാമത്തേത് ഞങ്ങൾ ആക്കിയ ഇബാദത്തുകൾ ഞങ്ങൾ വിചാരിക്കുന്നതിനാട്ടി യാറെ കൂലി ഞങ്ങൾക്ക് കിട്ടും അല്ലെ. സാധാ തിങ്കളിൽ ഞങ്ങൾ എടുക്കുന്നതായ ഒരു നോമ്പും റമദാനിൽ എടുക്കുന്ന നോമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാ തിങ്കളിൽ ഞങ്ങൾ ഒരു ദിക്ർ ചൊല്ലതും റമദാൻ തിങ്കളിൽ ദിക്ർ ചൊല്ലതും വ്യത്യാസമുണ്ട്. അതേപോലെ മൂന്നാമത്തെ കാരണം ഈ റമദാൻ തിങ്കളിൽ ഒരാളുടെ ജീവിതത്തിലെ എന്തെല്ലാം ചേഞ്ചസ് വേണം അത് കൊമ്പറുകളിലേക്കത്തെ ഒരു അവസര ഒരു അവകാശ അള്ളാഹു നമുക്ക് തന്നെങ്കത്തെ തിങ്കളായിട്ട് റമദാൻ തിങ്കൾ.